ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദീപിച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാച്ചുറൽ സ്റ്റാർ നാനി നായകനായെത്തുന്ന ഹിറ്റ് കേസ് ത്രീ എന്ന് പറയുന്ന തെലുങ്ക് സിനിമയെ പറ്റിയാണ്. സോ ഹിറ്റ് ഇപ്പോൾ ഒരു മൂവി ഫ്രാഞ്ചൈസായിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ് 1ഉം 2ഉം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ രണ്ട് സിനിമകൾ എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ റെഫറൻസുകളും പിന്നെ ഈ എല്ലാ ഹിറ്റ് സിനിമയുടെ അവസാനം അടുത്ത പാർട്ടിലേക്കുള്ള ലീഡിലൊരു നായകൻ വന്നിട്ടുണ്ട്. ഈ പാർട്ടിലും കുറച്ച് ഒരു നായകൻ വന്നിട്ടുണ്ട് തമിഴിൽ നിന്ന്. സോ അത് ഞാൻ പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. നമുക്ക് ഹിറ്റ് 3 എന്ന് പറയുന്ന സിനിമയെ പറ്റി സംസാരിക്കാം. ഇതൊരു അഡൾട്ട് മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മാർക്കോലെ പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള വയലൻസ് സീൻസ് അല്ല, വെറുതെ വന്നിട്ട് കൊണ്ട് ഇതാക്കുന്നതല്ല. ആ സീനിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കുറച്ച് പോസിറ്റീവാണ് ഈ സിനിമയിലെ മലയാളം ഡബ്ബിങ്. പക്ഷേ എനിക്ക് പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കയറിയതൊരു ഊള തിയേറ്ററിലായ കാരണം മലയാളം ഡബ്ബിങ്ങിൻ്റെ ഡയലോഗ് ട്വൈസായിട്ട് കേൾക്കുക. ചില സ്ഥലത്ത് ഡയലോഗില്ല, അതായത് ലിപ്പ് അനക്കുന്നുണ്ടെങ്കിലും ഒന്ന് ഇതാക്കാണ്ടാക്കുക. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുള്ളൊരു തിയേറ്ററിൽ കയറിയതാണ്. ക്രൗഡും കുറവായിരുന്നു. അത് കാരണം ഈ സിനിമയുടെ ഇമ്പാക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറഞ്ഞു. പക്ഷേ സിനിമ വൈസ് നോക്കുമ്പോൾ അടിപൊളി സിനിമയാണിത്. ബട്ട് പക്ഷേ ഡയലോഗുകളൊക്കെ കിടിലനാണ്. നമുക്കറിയാമല്ലോ, ഒരു അഡൾട്ട് മൂവി എന്ന് പറയുമ്പോൾ ഫാമിലി അധികം കയറില്ല. അപ്പോൾ യൂത്ത് ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിലുള്ള കോമഡികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ജോക്സാണ് ഇതാക്കിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട മെയിൻ പോസിറ്റീവ് നാനി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ആഫ്റ്റർ കോവിഡായിട്ട് ഇറങ്ങുന്ന മിക്ക സിനിമകളും കിടിലാണ്. ആളുടെ ഇടയ്ക്ക് ആൾക്കൊരു ചെറിയ ഡൗൺഫോൾ ഉണ്ടായിരുന്നു. എന്നാലും ആളുടെ ഒരു സിനിമകൾക്കൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അത് ഈ ഹിറ്റ് സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൈനാനിയൊക്കെ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും കുറച്ച് വയലൻസ് ഒക്കെ കൂടുതലാണ്. ഒരു സിംഗിൾ ഷോട്ടായിട്ടൊരു വയലൻസ് സീനൊക്കെ ഉണ്ട്. അത് അത്രയ്ക്ക് കഷ്ടപ്പെട്ടെടുത്തതാണ്. അതൊക്കെ കിട്ടില്ല സീനാണ്. ഇപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പോയിലറാകും. ഞാൻ ഈ സിനിമയുടെ ട്രailer ടീസറോ ഒന്നും തന്നെ കാണാതെ എൻ്റെ ഫസ്റ്റ് സെക്കൻഡും പാർട്ടും തന്നെ മര്യാദയ്ക്ക് ഓർമ്മയില്ല. അതായത് നമ്മളൊരു തേർഡ് പാർട്ട് കാണുമ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കാണണം എന്നുള്ളൊരു ഇതിൽ അതൊന്നും കാണാതെയാണ് ഞാൻ പോയിട്ടുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. പിന്നെ പറഞ്ഞ മാതിരി ഈ തുടരുന്നതിൻ്റെ ആ ഒരു വേവ് ഇതുവരെ കഴിയാത്ത കാരണം നല്ല സ്ക്രീൻസോ ഇതോ ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. ഈ സിനിമ കുറച്ചും കൂടി അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു സിനിമയും കൂടിയാണ്. പക്ഷേ അത് തെലുങ്ക് നാട്ടിലൊക്കെ അത്യാവശ്യം സക്സസ് ആണെന്ന് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ നെഗറ്റീവുകൾ ഒരു 2-3 പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഈ സിനിമയിലെ നായിക ചില സ്ഥലത്ത് ക്രിഞ്ചായിരുന്നു, ചില സമയത്ത് നമുക്ക് കുഴപ്പമില്ല. KGF ശേഷം കോബ്രയുടെ അത്രയ്ക്ക് വെറുപ്പിച്ചിട്ടില്ല. കോബ്രയിൽ ആ പെണ്ണിൻ്റെ ഒരു വെറുപ്പിക്കലുണ്ട് എൻ്റെ സാറേ, അതിൻ്റെ അത്ര ഇതിലെന്തായാലും വെറുപ്പിച്ചിട്ടില്ല. ഇതിൽ ചെറുതായിട്ട് ഒരു ക്രിഞ്ച് സീൻസ് ഉണ്ട്. ആ റൊമാൻറ്റിക് ട്രാക്കൊക്കെ എന്തിനാണ്, വെറുതെ ഒരു സിനിമയ്ക്ക് വേണം എന്നുള്ള രീതിയിൽ അത് കട്ട് ചെയ്താൽ ഞാൻ കുറച്ചും കൂടി സീരിയസ് ബേസിൽ ഈ പടം കിട്ടില്ലനായനെ. അതായത് ആ പെണ്ണിനെ എടുത്തു മാറ്റി ഇതൊരു സീരിയസ് ഇതിൽ, അതായത് മാർക്കോലൊരു പെണ്ണിൻ്റെ സീനുണ്ട്, അത് ആ ഒരു വെറുതെ ക്യാരക്ടറായിട്ട് വന്നതിനാണ് നമുക്ക് ആ ഒരു ഡാർക്ക് ടോണിൽ ആ പടം പോയത്. ആ ഒരു റിയാസ് ഖാൻ്റെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് പടത്തിൽ ത്രൂ ഔട്ട് കിട്ടിയത്. പക്ഷേ ഇതിൽ അതുപോലെ ഈ സീൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയിലെ സോങ്സും BGMs ഒന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ആരാണോ ചെയ്തത് അറിയാത്ത ആരോ ആണ് അവരോട്. പക്ഷേ ടെക്നിക്കൽ സൈഡ് ഇതൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഇതൊക്കെ പീക്കായിരുന്നു. സിനിമയുടെ അടിപൊളി സംഭവങ്ങളായിരുന്നു. പിന്നെ ചില ഡയലോഗുകളുണ്ട് നാനിയുടെ. ഇപ്പം ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ട്രailerൊക്കെ കാണിച്ചിട്ടാണ്. ഇതിൽ കിട്ടില്ല ഡയലോഗ് ട്രailerലെ ഒരു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ലിറ്ററലി ഗൂസ് ബംസ് അടിച്ചു. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരാളുടെ ഒരു അലറണ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ നൈസാണ്. പിന്നെ ആഫ്റ്റർ ഓൾ ഒരു എബോവ് ആവറേജ്, അതായത് എബോവ് ആവറേജിന് താഴെയോ എക്സലൻറ്റിൻ്റെ മേലേക്കോ പോകാത്ത ഒരു ഓക്കെ വാച്ച് 1 ടൈം 2 ടൈം വാച്ചുള്ളൊരു സിനിമയാണ്. പിന്നെ അതിൻ്റെ മുന്നത്തെ ഫ്രാഞ്ചൈസിൻ്റെ ഒരു ഫാനാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഈ സിനിമ കാണാൻ നോക്കുക. മറ്റൊരു സിനിമയുടെ റിവ്യൂമായി കാണുന്നവരെ അണ്ടിൽ ദെൻ ധ്യാൻ സൈനിങ് ഓഫ്.